അങ്ങനെ നമ്മുടെ വല്യച്ഛനും അമ്മായിയും കൂടി ഓരോന്ന് ഇരുന്നിട്ട് ഇങ്ങനെ വണ്ടിയിൽ നിന്ന് പറയുന്നുണ്ട്, നമ്മുടെ സുഭാഷ് ഏട്ടനോട് പറയുന്നുണ്ട്, നിനക്ക് വേറെ പെൺകുട്ടിയൊന്നും കിട്ടിയില്ലേടാ സുഭാഷ്, ഈ രണ്ടാം കെട്ടുകാരത്തെ കിട്ടിയില്ലൂ എന്നൊക്കെ പറയുന്ന സമയത്ത് ആദ്യമൊക്കെ നമ്മുടെ ഭാസ്കരൻ ക്ഷമ പിടിച്ച് നിൽക്കുന്നുണ്ട്. പിന്നെ അവന് ക്ഷമിക്കാൻ പറ്റുന്നില്ല, അവൻ നേരെ എടുത്ത് പ്രതികരിക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ വല്യച്ഛനും അങ്ങനെ രണ്ടാളും കൂടി അടി കൂടുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ വല്യച്ഛനും അമ്മായിയും സുനന്ദയും പറയുന്നുണ്ട്, ഞങ്ങൾ ഇവിടെ ഇറങ്ങിക്കോളാം, നിങ്ങൾ ഇനി അടി കൂടണ്ടെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ സുഭാഷ് കുറേ പറയുന്നുണ്ട്, വേണ്ട വല്യച്ഛ, ഞങ്ങൾ വീട്ടിൽ കൊണ്ടുപോയി ആക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നമ്മുടെ വല്യച്ഛനും അമ്മായിയും കേൾക്കാതെ പകുതി വഴിയിൽ തന്നെ ഇറങ്ങുന്നുണ്ട്. അവർ വേറെ വണ്ടി വിളിച്ചിട്ട് പോയിക്കോളാം എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോകുന്നുണ്ട്. എന്തായാലും ബാക്കിയുള്ളവർ ആ വണ്ടിയിലെ തന്നെ വീട്ടിലെത്തുന്നുണ്ട്. വീട്ടിലെത്തിയിട്ട് നമ്മുടെ ഭാസ്കരനും ഹരീഷും സുധീഷും ഒക്കെ നമ്മുടെ സുഭാഷ് ഏട്ടനെ നന്നായിട്ട് ചീത്ത പറയുന്നുണ്ട്. നിങ്ങൾ എന്ത് കണ്ടിട്ടാണ് സുഭാഷ് ഏട്ടൻ ഇങ്ങനത്തെ ഒരു കല്യാണത്തിന് പുറപ്പെട്ട്, നിങ്ങൾ ഈ വീട്ടിൽ ചോറും കൂട്ടാനും വെക്കേണ്ട പോലെ വിചാരിച്ചോ കല്യാണം എന്നൊക്കെ പറയുന്നുണ്ട് നമ്മുടെ സുധീഷ്. ഭാസ്കരനും ഒരുപാട് ചീത്ത പറഞ്ഞിട്ട് ഭാസ്കരനെ ഇറങ്ങിപ്പോകുന്നുണ്ട്. എന്തായാലും ഹരീഷും ഒരുപാട് പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ നിധി പറയുന്നുണ്ട്, മതി മതി സുഭാഷ് ഏട്ടൻ ഇല്ലെങ്കിൽ തന്നെ വിഷമിച്ച് നിൽക്കുകയല്ലേ, മതി ചീത്ത പറഞ്ഞതെന്നൊക്കെ പറയുന്നുണ്ട്. എന്നാലും നമ്മുടെ സുഭാഷ് ഏട്ടനാണെങ്കിൽ ആകെ വിഷമിച്ചിരുന്നിട്ട് പറയുന്നുണ്ട്, ഏട്ടാ ഹരീഷിൻ്റെ കല്യാണം നടക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ കല്യാണത്തിന് സംബന്ധിച്ച്. ഹരീഷ് നീതുവിനോട് പറഞ്ഞു അത്ര, ഏട്ടൻ്റെ കല്യാണം കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ കല്യാണം നടക്കൂന്ന്. അപ്പോൾ ആ കുട്ടി അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് അതുകൊണ്ടാണ് ഞാൻ ഏതെങ്കിലും ഒരു പെണ്ണിനെ കല്യാണം കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ബ്രോക്കർ ആ ആലോചനയെ കൊണ്ട് വന്നപ്പോൾ ഞാൻ അതിനെ സമ്മതം മൂലം ഇനി എല്ലാവരും കൂടി എന്നോട് ദേഷ്യപ്പെടേണ്ട, നിങ്ങളൊന്നും വിഷമിക്കേണ്ട എന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ നമ്മുടെ ഹരീഷ് പെട്ടെന്ന് നമ്മുടെ സുഭാഷ് ഏട്ടൻ്റെ അടുത്ത് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, നീതു വന്ന് നിങ്ങളോട് സംസാരിച്ചോ, നിങ്ങളോട് പറഞ്ഞോ ഞങ്ങളുടെ കല്യാണം ഏട്ടൻ്റെ കല്യാണം കഴിഞ്ഞാലേ നടക്കുമെന്ന് പറഞ്ഞു എന്ന് പറയുമ്പോൾ, ഇല്ലടാ ആ കുട്ടി അങ്ങനെ വന്ന് പറഞ്ഞതല്ല, ഓരോ കാര്യങ്ങൾ പറയുന്നിടയിൽ അത് പറഞ്ഞതാണെന്നും പറയുന്നുണ്ട്. എന്തായാലും നമ്മുടെ ഹരീഷിന് എല്ലാ കളത്തിലും മനസ്സിലായി നമ്മുടെ നീതുവിൻ്റെ അവൾ കിട്ടുള്ള പണി ഞാൻ വെച്ചിട്ടുണ്ട് എന്ന് മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. എന്തായാലും നമ്മുടെ സുഭാഷ് ഏട്ടൻ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് നമ്മുടെ അവിനാഷും അവിടെ ഉണ്ട്. ആ സമയത്ത് അവിനാഷ് പറയേണ്ടത്, ഏട്ടാ വരൂ, നമ്മൾ കുറച്ച് പുറത്തൊക്കെ പോയിട്ട് ഒന്ന് റിലാക്സ് ആയിട്ട് വന്നാൽ നിങ്ങളുടെ മനസ്സിലത്തെ വിഷമം മാറും എന്ന് പറയുന്നുണ്ട്. എന്തായാലും നമ്മുടെ അവിനാഷ് ഭയ്യ നമ്മുടെ സുഭാഷ് ഏട്ടനെയും കൂട്ടിയിട്ട് പുറത്തേക്ക് പോകുന്നുണ്ട്. നമ്മുടെ സുധീഷ് പറയുന്നുണ്ട്, വേഗം ചായ കുടിച്ചിട്ട് ഞങ്ങളുടെ ഏട്ടനെ വീട്ടിൽ തന്നെ കൊണ്ടുവന്ന് ആക്കണേ എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ സുഭാഷ് ഏട്ടന് സുധീഷിനോട് പാവാൻ തോന്നുന്നുണ്ട്. പാവം, അവൻ ഞാൻ എവിടെയെങ്കിലും പോകുമെന്ന് വിചാരിച്ചിട്ട് എന്തായാലും നമ്മുടെ അവിനാഷ് ഭായിയുടെ ഒപ്പം സുഭാഷ് പോകുന്നുണ്ട്. പിന്നെ കാണിക്കണമെന്ന് നമ്മുടെ ഹരീഷ് നേരെ ചെല്ലുന്നുണ്ട് നീതുവിൻ്റെ വീട്ടിലേക്ക്. നീതുവിനോട് ഫോൺ വിളിക്കുന്നുണ്ട് പുറത്ത് നിന്നിട്ട്, നീ ഇങ്ങോട്ട് വാ പുറത്തേക്ക്, എനിക്കൊരു കാര്യം പറയാണ്ട് എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ നീതു പറയുന്നുണ്ട്, നിങ്ങളങ്ങനെ വിളിച്ചാൽ പെട്ടെന്ന് എങ്ങനെ ഞാൻ വരിക ഹരീഷ്, ഞാൻ ഇവിടെ എൻ്റെ അമ്മയും ഏട്ടനൊക്കെ അല്ലേ, ഞാൻ എങ്ങനെയെങ്കിലും പറഞ്ഞ് വരാൻ പറ്റുമോ നോക്കട്ടെ എന്ന് പറയുന്നുണ്ട്. എന്തായാലും അവൾ ഫോൺ കട്ടാക്കിയിട്ട് പുറത്തേക്ക് വരുന്നുണ്ട്. അമ്മയും ഏട്ടനും അവളുടെ ബാക്കിൽ തന്നെ വരുന്നുണ്ട്. എന്തായാലും നീതു പുറത്തേക്ക് വരുന്ന സമയത്താണെങ്കിലോ നമ്മുടെ ഹരീഷിന് ദേഷ്യം സഹിക്കാൻ പറ്റാത്തിട്ട് ഒരുപാട് ചീത്ത പറയുന്നുണ്ട്. നീ എന്ത് വിചാരിച്ചിട്ടാണ് എൻ്റെ ഏട്ടനെ കണ്ടിട്ട് നീ അങ്ങനെ സംസാരിച്ച്, ഏട്ടൻ്റെ കല്യാണം കഴിഞ്ഞാലേ നമ്മുടെ കല്യാണം നടക്കൂ എന്നൊക്കെ നീ എന്തിനാ ഏട്ടനോട് പറയാൻ പോയെന്നൊക്കെ പറയുന്നത്. ആ സമയത്ത് നമ്മുടെ നീതു ഇങ്ങനെ ഓരോന്ന് പറയാൻ തുടങ്ങുന്ന സമയത്ത്, നീ ഒന്നും മിണ്ടണ്ട, ഇനി നീ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, ഞാൻ നിന്നെ കല്യാണം കഴിക്കാൻ പോകണില്ല, നിനക്ക് ഇത്ര ധൃതിയാണെങ്കിൽ നീ വേറെ ആരേച്ചാൽ കല്യാണം കഴിച്ച് പോയിക്കോ, എനിക്ക് ഒരു കുഴപ്പമില്ല, എൻ്റെ ഏട്ടന് നല്ലൊരു പെൺകുട്ടിയെ കിട്ടാതെ ഞാൻ നിന്നെ ഒരിക്കലും കല്യാണം കഴിക്കാൻ പോകണില്ല, നിനക്ക് കാത്തു നിൽക്കാൻ പറ്റിച്ചാൽ മാത്രം നിൽക്ക്, അല്ലെങ്കിൽ നീ നിൻ്റെ പണി നോക്കിയിട്ട് പോകുമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹരീഷ് ദേഷ്യപ്പെട്ടിട്ട് ഇറങ്ങി പോകുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ നീതു ഉള്ളിലേക്ക് വരുന്ന സമയത്ത്, ഈ ചെക്കനെ കണ്ടിട്ടാണോ നീ അവൻ്റെ ഒപ്പം പോകാൻ നിന്ന് അവനെ പകുതി വഴിയിൽ ഉപേക്ഷിച്ച് പോകുമെന്ന് പറഞ്ഞിട്ട് ഏട്ടനും അമ്മയും കളിയാക്കുന്നുണ്ട്. അത് കേൾക്കാൻ വയ്യാതെ നമ്മുടെ നീതു വേഗം പോയിട്ട് ഉള്ളിൽ പോയിട്ട് വാതിലടച്ചിരിക്കുന്നുണ്ട്. എന്തായാലും അപ്പുറത്ത് കാണിക്കേണ്ടോ നമ്മുടെ സുഭാഷ് ഏട്ടനെയും കൂട്ടിയിട്ട് നമ്മുടെ അവിനാഷ് ഭയ്യ വീട്ടിലേക്ക് പോകുന്നുണ്ട്. വീട്ടിൽ പോകുന്ന സമയത്ത് നമ്മുടെ ചാന്ദിനിയോട് പറയേണ്ട ഒരു ചായ എടുക്കാനൊക്കെ പറയുന്നുണ്ട്. ചായ കുടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ സുഭാഷ് ഏട്ടൻ പറയുന്നുണ്ട്, ഇനി എന്തായാലും ഹരീഷിൻ്റെ കല്യാണം എത്രയും പെട്ടെന്ന് നടത്തി കൊടുക്കണം, എൻ്റെ കല്യാണം ഇനി പോട്ടെ, എത്രയോ ആൾക്കാർ കല്യാണം കഴിയാതിരിക്കുന്നില്ലേ, ഞാൻ അതുപോലെ ഇരുന്നോളാം അവിനാഷെ, എന്തായാലും അവൻ്റെ കല്യാണം ഞാൻ അവൻ്റെ മനസ്സ് മാറ്റിയിട്ട് എത്രയും പെട്ടെന്ന് നടത്തി കൊടുക്കാൻ ശ്രമിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അവിനാഷ് പറയുന്നത്, ഏട്ടനൊരു നല്ല പെൺകുട്ടിയെ കിട്ടും, എവിടുന്ന് കിട്ടാൻ, ഇനിയൊന്നും കിട്ടാൻ പോകില്ല, നീ എൻ്റെ കാര്യം കണ്ടതല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് അവിനാഷ് പെട്ടെന്ന് അങ്ങോട്ട് ചോദിക്കുന്നുണ്ട്, സുഭാഷ് ഏട്ടനെ എൻ്റെ അനിയത്തെ കല്യാണം കഴിച്ചുകൂടെ എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ സുഭാഷ് ഏട്ടൻ ആകെ ഞെട്ടുണ്ട്, എന്താ നീ പറയണമെന്ന് പറയുന്നുണ്ട്. അതെ, ഞാനിത് എത്രയോ പ്രാവശ്യം സുഭാഷ് ഏട്ടനോട് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ സുഭാഷ് ഏട്ടൻ അത് കളിയിലും തമാശയിലും വിട്ട് കളഞ്ഞു, ഇനിയെങ്കിലും നിങ്ങൾക്കൊന്ന് ആലോചിക്കും, എൻ്റെ അനിയത്തെ കല്യാണം കഴിച്ചുകൂടെ എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മുടെ ഇങ്ങനെ സുഭാഷ് ഏട്ടൻ ആലോചിച്ചിരിക്കുന്നുണ്ട്. ആ സമയത്ത് വീണ്ടും നമ്മുടെ അവിനാഷ് തുടങ്ങുന്നുണ്ട്, ഞങ്ങൾക്ക് പൈസ ഇല്ലാച്ചിട്ടാണോ വീടില്ലാഞ്ഞിട്ടാണോ എൻ്റെ അനിയത്തെ കല്യാണം കഴിക്കാൻ ഇത്ര മാത്രം ആലോചിക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. നമ്മുടെ സുഭാഷ് ഏട്ടൻ പറയുന്നത്, അതൊന്നും അല്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നിങ്ങളിപ്പോൾ പറയേണ്ട, ആലോചിച്ച് പറഞ്ഞാൽ മതി എന്ന് പറയുന്നത് നമ്മുടെ അവിനാഷ്. ഇത് കേൾക്കുമ്പോഴേ നമ്മുടെ ചാന്ദിനിയാണെങ്കിലോ ഓടിയിട്ട് ഉള്ളിക്ക് ഓടുന്നുണ്ട്, നാണം കൊണ്ട് ഉള്ളിക്ക് ഓടുന്നുണ്ട്. അപ്പോൾ സുഭാഷ് ഏട്ടൻ തിരിഞ്ഞ് നോക്കുന്ന സമയത്ത് നമ്മുടെ ചാന്ദിനി ഇങ്ങനെ നാണിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ സുഭാഷ് ഏട്ടന് മനസ്സിലാവുന്നുണ്ട് അവൾക്കും എന്നെ ഇഷ്ടമാണെന്ന് മനസ്സിലാക്കുന്നുണ്ട്. എന്തായാലും നമ്മുടെ സുഭാഷ് ഏട്ടൻ്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. റോഡ് മുഴുവനും ചാന്ദിനീനെ പറ്റിയിട്ടാണ് ആലോചിക്കുന്നത്. വീടെത്തോളം ചാന്ദിനീനെ മാത്രം ആലോചിക്കേണ്ടത്. അവനെന്തായാലും ചാന്ദിനിയെ വലിയ ഇഷ്ടമായിട്ടുണ്ട്. ഇത് കാണിച്ചും കൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കേണ്ടത്. ഇതുപോലുള്ള പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.